നമസ്കാരം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നതായി ആരോപിക്കപ്പെട്ട തുണ്ടുഭൂമി കച്ചവട വിവാദത്തിലെ സത്യാവസ്ഥ അന്വേഷിക്കുവാനായി വത്തിക്കാന്റെ നിർദ്ദേശമനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ ജേക്കബ് മാനത്തോടത്ത് പിതാവ് നിയോഗിച്ച KPMG എന്ന അന്താരാഷ്ട്ര ഓഡിറ്റിംഗ് കമ്പനി നടത്തിയ അന്വേഷണം വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന സത്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. KPMG വാങ്ങിയ ക്യാഷിന് ആവശ്യക്കാർക്ക് വേണ്ട രീതിയിൽ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി നൽകി എന്ന വസ്തുതകൾക്കാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന തെളിവ് ലഭിച്ചിരിക്കുന്നത്. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ജോഷി വർഗീസ് തേലക്കാടൻ അതിരൂപതയിലെ ഭൂമി വിൽപ്പനയിൽ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ച് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി, ഫാദർ ജോഷി പുതുവ, സജു വർഗീസ് കുന്നേൽ എന്നിവർക്കെതിരായി സമർപ്പിച്ച സ്വകാര്യ പരാതി ഇന്നലെ പരിഗണിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനുള്ള അവസരം തുറന്നിരിക്കുന്നത്. കേസിൽ സാക്ഷിയായി കോടതി സമൻസ് അയച്ച് ഹാജരാകാനായി ആവശ്യപ്പെട്ട അതിരൂപതയുടെ അധ്യക്ഷന് പകരമായി സമൻസ് സ്വീകരിച്ച മെത്രാപ്പൊലീറ്റൻ വികാരി അഭിഭാഷകൻ മുഖേന താൻ എപ്പോൾ വേണമെങ്കിലും ഹാജരാകാമെന്നും എന്നാൽ കോടതി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട കരാറുകൾ അതിരൂപതയിൽ ഉള്ളതായി കാണുന്നില്ല എന്നും അറിയിച്ചു. ഇതിന് മറുപടിയായി പരാതിക്കാരന്റെ അഭിഭാഷകൻ ഈ രണ്ട് കരാറുകളും KPMGയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളതാണെന്നും ആയതിനാൽ അവ അതിരൂപത ആസ്ഥാനത്തുണ്ടെന്നും കോടതിയെ അറിയിച്ചു. തുടർന്ന് ജൂലൈ 23-ന് മെത്രാപ്പൊലീത്തയുടെ വികാരി ഹാജരാകാനും ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കുവാനും അവ ലഭ്യമല്ലെങ്കിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യാനും കോടതി നിർദ്ദേശം നൽകുകയുണ്ടായി. കോടതി നടപടികൾ പൂർത്തിയാക്കി മടങ്ങിയ മൂന്നാം പ്രതിയുടെ അഭിഭാഷകൻ പിന്നീട് തന്റെ കക്ഷിയെ വിളിച്ച് KPMG റിപ്പോർട്ടിൽ അനുബന്ധം 20-ഉം 22-ഉമായി കൊടുത്തിട്ടുള്ള കരാറുകളെ പറ്റി അന്വേഷിച്ചു. അതിരൂപതയുടെ ഭാരത് മാതാ കോളേജിന് സമീപമുള്ള 60 സെന്റ് സ്ഥലം വിൽപ്പന നടത്തുവാൻ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവും സജു വർഗീസും തമ്മിൽ ഏർപ്പെട്ട കരാറുകളാണ് ഈ അനുബന്ധങ്ങൾ. കരാറുകളുടെ 1-ാം പേജിന്റെ ഫോട്ടോ കണ്ട സാക്ഷി ഇപ്രകാരമുള്ള കരാറുകൾ താൻ ആരുമായും ഒപ്പുവെച്ചിട്ടില്ലെന്നും ഇതിനെപ്പറ്റി തനിക്ക് യാതൊരു അറിവുമില്ലെന്നും അഭിഭാഷകനെ അറിയിച്ചു. KPMG റിപ്പോർട്ടിന്റെ പേജ് 25-ൽ അതിരൂപതയുടെ ഫിനാൻസ് ഓഫീസിൽ ജോലി ചെയ്യുന്ന വർഗീസ് CP എന്ന ആൾ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിൽ നിന്നാണ് തങ്ങൾക്ക് ഈ രണ്ട് കരാറുകളും ലഭിച്ചതെന്നും എഴുതിയിട്ടുണ്ട്. രേഖ അവർക്ക് കിട്ടിയെന്ന് അവകാശപ്പെടുന്നത് അതിരൂപതയിലെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ കമ്പ്യൂട്ടറിൽ നിന്നാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു രേഖ ഉണ്ടാവേണ്ടത് തൽപര കക്ഷികളുടെ ആവശ്യമായിരുന്നുവെന്നും ആയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടനിലക്കാരന്റെ പേരിൽ ആരോ വാങ്ങിയ മുദ്രപേപ്പറിൽ ഒരു കരാർ ഉണ്ടാക്കി രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ആധാരമനുസരിച്ച് ഈ രേഖകളിൽ പറയുന്ന സ്ഥലങ്ങൾ സെന്റിന് 6,60,000 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയത്. എന്നാൽ ഈ രണ്ട് കരാറുകൾ അനുസരിച്ച് സെന്റിന് 16 ലക്ഷവും 15 ലക്ഷവും വെച്ച് വിൽക്കുവാൻ തീരുമാനിച്ചതായി എഴുതിയിരിക്കുന്നു. അതായത് 1 സെന്റ് ഭൂമിയിൽ മാത്രം 10 ലക്ഷം രൂപയുടെ വ്യത്യാസം. അങ്ങനെ ആലഞ്ചേരി പിതാവ് കോടിക്കണക്കിന് രൂപ അനധികൃതമായി തട്ടിയെടുത്തുവെന്ന് സ്ഥാപിക്കുകയായിരുന്നു വ്യാജമായി ഈ കരാറുകൾ സൃഷ്ടിച്ച തൽപര കക്ഷികളുടെ ലക്ഷ്യം. ഇപ്പോൾ പറഞ്ഞ വ്യാജ കരാറുകളെ സംബന്ധിച്ച് പോലീസിൽ പരാതിപ്പെടാൻ ഇടനിലക്കാരനും ജോഷി വർഗീസ് കാക്കനാട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിലെ 3-ാം പ്രതിയുമായ സജു വർഗീസിനോട് അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വർഗീസ് CPയെ കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കരാറിന്റെ പിന്നിലുള്ളവരുടെ ചിത്രം പുറത്തു വരികയുള്ളൂ. സമൂഹ മാധ്യമത്തിൽ കണ്ടൊരു കുറിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത്.